സ്വാഗതം. നമ്മൾ ഇന്ന് സൈക്കോളജി പഠനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. പ്രശ്നപരിഹാരം അഥവാ പ്രോബ്ലം സോൾവിംഗ്. നമസ്കാരം. പ്രത്യേകിച്ചും ബ്ലോക്ക് 4 യൂണിറ്റ് 1ലെ ആശയങ്ങൾ വെച്ച്. ചില പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എന്ന് നോക്കാം. ശരിയാണ്. പ്രോബ്ലം സോൾവിംഗ് നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് ഫംഗ്ഷനാണല്ലോ. അതെ. അപ്പോൾ ഒരു MA സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങൾ അറിയുന്നത് നിങ്ങളുടെ പഠനത്തിനും പിന്നെ പ്രാക്ടിക്കൽ സൈഡിലും ഉപകാരപ്പെടും. തീർച്ചയായും. എന്തുകൊണ്ടാണ് ചില തടസ്സങ്ങൾ, ചില പ്രശ്നങ്ങൾ നമ്മളെ വല്ലാതെ കുഴക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ സ്റ്റഡി മെറ്റീരിയൽ ഇതിലേക്ക് നല്ല വെളിച്ചം വീശുന്നുണ്ട്. ശരി. ആ പ്രശ്നങ്ങളെ അത്ര സങ്കീർണമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണൊരു പ്രശ്നത്തെ ശരിക്കും പ്രയാസമുള്ളതാക്കുന്നത്? നമ്മുടെ പഠനഭാഗത്ത് പറയുന്നത് പലപ്പോഴും പ്രശ്നം പുറത്തല്ല, നമ്മുടെ ചിന്താരീതിയിൽ തന്നെയാണെന്നാണ്. ഈ മെന്റൽ സെറ്റ് എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ, ഇൻസ്റ്റലുങ് എന്നും പറയും. അതെ. ലുച്ചിൻസിന്റെ ആ ജലപാത്ര പരീക്ഷണം അതൊരു നല്ല ഉദാഹരണമാണ്. ഒരു വഴിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുള്ള വഴി മുന്നിൽ കണ്ടാലും നമ്മളത് പാണില്ല, അല്ലേ? കൃത്യമാണ്. അതൊരു തരം ഒരു കോഗ്നിറ്റീവ് റിജിഡിറ്റി, ഒരു ചിന്താപരമായ മുരടിപ്പ് എന്ന് പറയാം. ഒരു രീതി വർക്കൗട്ടായാൽ നമ്മളതിൽ സ്റ്റക്കാകും. സാഹചര്യം മാറിയാലും ചിലപ്പോൾ ആ പഴയ രീതി തന്നെ ഉപയോഗിക്കാൻ നോക്കും. ഇത് തന്നെയല്ലേ ഈ ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ് എന്നതിലും വരുന്നത്? അതെ, അതുമായി ബന്ധമുണ്ട്. ഡങ്കറുടെ മെഴുകുതിരി പ്രശ്നം ഓർക്കുന്നില്ലേ? തീപ്പെട്ടിക്കൂടും മെഴുകുതിരിയുമാണല്ലോ. അതെ. ആ തീപ്പെട്ടിപ്പെട്ടിയുടെ സാധാരണ ഉപയോഗമെന്താ? തീപ്പെട്ടിക്കൊള്ളി വയ്ക്കുക. പക്ഷെ അതിനപ്പുറം അതൊരു മെഴുകുതിരി സ്റ്റാൻഡായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആ ചിന്ത വരാനൊരു പ്രയാസം. വസ്തുക്കളുടെ സാധാരണ ഉപയോഗത്തിൽ നമ്മളങ്ങ് ഫിക്സ്ഡായി പോകുന്നു. പക്ഷെ ഒരു സംശയം, ഈ മെന്റൽ സെറ്റും ഫങ്ഷണൽ ഫിക്സഡ്നെസ്സും ഇതൊക്കെ എപ്പോഴും ഒരു നെഗറ്റീവ് കാര്യമാണോ? ചിലപ്പോൾ പരിചയമുള്ള വഴികൾ ഉപയോഗിക്കുന്നത് നല്ലതല്ലേ? സമയം ലാഭിക്കാമല്ലോ. നല്ല ചോദ്യം. ശരിയാണ്. പരിചിതമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ ശീലങ്ങൾ, ഈ സെറ്റുകൾ സമയം ലാഭിക്കാൻ സഹായിക്കും, കാര്യങ്ങൾ എളുപ്പമാക്കും. പക്ഷേ എപ്പോഴാണ് പ്രശ്നം? പുതിയൊരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു പ്രശ്നം വരുമ്പോൾ. അപ്പോൾ ഈ പഴയ ശീലങ്ങൾ ഒരു തടസ്സമാകും. പുതിയ സാധ്യതകൾ നമ്മൾ കാണാതെ പോകും. അപ്പോൾ നമ്മുടെ അറിവ് തന്നെ ചിലപ്പോഴൊരു ബാധ്യതയാകാം. ക്രിയേറ്റീവായി ചിന്തിക്കാൻ പറ്റാതെ വരും. ഓഹോ. അപ്പോ ഈ ചിന്തയുടെ ഒരു വഴക്കമില്ലായ്മ അതൊരു പ്രധാന ഘടകം. അതോടൊപ്പം മറ്റൊന്നുകൂടിയുണ്ട്, നമ്മൾ പ്രശ്നത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നതും പ്രധാനമാണെന്ന് പറയുന്നുണ്ടല്ലോ. വളരെ ശരിയാണ്. പ്രോബ്ലം റെപ്രസെന്റേഷൻ. ഒരു തെറ്റായ ചിത്രീകരണം അത് മതി എളുപ്പമുള്ള പ്രശ്നം പോലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാൻ. ആ നമ്പേഴ്സ് ഗെയിമൊക്കെ ഉദാഹരണമായി പറയുന്നുണ്ട്. അതെ. പ്രശ്നത്തിന്റെ ഘടനയും അതിന്റെ സങ്കീർണത കൂട്ടുന്നൊരു കാര്യമാണ്. അവിടെയാണ് ഈ പ്രോബ്ലം സ്പേസ് എന്ന ആശയം വരുന്നത്. പ്രോബ്ലം സ്പേസ് അതെന്താണ്? കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന അവസ്ഥ, അതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. നമുക്ക് എത്തേണ്ട ഒരിടമുണ്ട്, അതാണ് ഗോൾ സ്റ്റേറ്റ്. ഇത് രണ്ടും തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള വഴികൾ എത്രത്തോളം വ്യക്തമാണെന്നതൊക്കെ ഈ ഒരു മാനസിക ഭൂപടം പോലെയാണ് പ്രോബ്ലം സ്പേസ്. ഓക്കെ. അപ്പോൾ ഈ ദൂരം കൂടുന്തോറും, വഴികൾ കൂടുതൽ സങ്കീർണമാകുന്തോറും പ്രശ്നം സ്വാഭാവികമായും കൂടുതൽ പ്രയാസമുള്ളതാകും. ഈ ഇൻസൈറ്റ് ആവശ്യമുള്ള പ്രശ്നങ്ങളുടെ കാര്യവും ഇതുമായി ബന്ധമുണ്ടോ? പെട്ടെന്ന് ആഹാ എന്ന് തോന്നുന്ന തരം പ്രശ്നങ്ങൾ. തീർച്ചയായും. അത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ പരിഹാരത്തിലേക്ക് അടുക്കുകയാണോ അല്ലയോ എന്ന് പലപ്പോഴും നമുക്കൊരു ഫീലിംഗ് കിട്ടില്ല. ആ ഫീലിംഗ് ഓഫ് വോംത്ത് എന്ന് പറയില്ലേ, അത് കുറവായിരിക്കും. അതുകൊണ്ട് അത് കൂടുതൽ ഫ്രസ്ട്രേറ്റിംഗ് ആകാം. അതെ. പുരോഗതി അറിയാൻ പറ്റാത്തതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നും. ശരി. അപ്പോ ഘടനാപരമായ കാര്യങ്ങൾ, നമ്മുടെ ചിന്തയുടെ രീതികൾ, ഇതൊക്കെ പ്രശ്നത്തെ കഠിനമാക്കുന്നു. ഇനി ഒരു വിഷയത്തിനുള്ള അറിവിന്റെ കുറവോ അതും ഒരു പ്രധാന കാരണമല്ലേ? തീർച്ചയായും. ലാക്ക് ഓഫ് സ്പെസിഫിക് നോളജ്. ഒരു വിഷയത്തിൽ നല്ല വൈദഗ്ധ്യമുള്ള ഒരാൾ, ഒരു എക്സ്പേർട്ട്, ഒരു പ്രശ്നത്തെ കാണുന്നതും ഒരു തുടക്കക്കാരൻ, ഒരു നോവിസ് കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതെ. ഒരു എക്സ്പേർട്ട് പ്രശ്നത്തിന്റെ ആഴത്തിലുള്ള ഘടന കാണാൻ ശ്രമിക്കുമ്പോൾ തുടക്കക്കാര് ചിലപ്പോൾ ഉപരിതലത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കും, അല്ലേ? ശരിയാണ്. ഒരു കേസ് സ്റ്റഡി കിട്ടിയാൽ ഒരു എക്സ്പീരിയൻസ്ഡ് സൈക്കോളജിസ്റ്റ് അതിലെ പാറ്റേണുകൾ ശ്രദ്ധിക്കും, ലക്ഷണങ്ങൾക്ക് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കും.
പക്ഷേ തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ ഓരോ സിംറ്റംസിലും കൂടുതൽ ഫോക്കസ് ചെയ്തേക്കാം. വൈദഗ്ധ്യം കൂടുമ്പോൾ ഈ അപ്രോച്ച് മാറും, തീർച്ചയായും മാറും. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞത് കൂടുതലും കോഗ്നിറ്റീവ് കാര്യങ്ങളാണ്. പക്ഷേ ഇമോഷണൽ, മോട്ടിവേഷണൽ ഘടകങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. വൈകാരികമായ തടസ്സങ്ങൾ. അതെ, പരാജയപ്പെടുമോ എന്ന പേടി, അല്ലെങ്കിൽ ഒരു മടി, സ്ഥിരോത്സാഹമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ പ്രശ്നപരിഹാരത്തെ ബാധിക്കും. ചിലപ്പോൾ ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ് പോലും, ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ, അതും തടസ്സമാകാം. ശരിയാണ്. പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ ഉത്തരം അറിയാമെങ്കിലും തുടങ്ങാനൊരു മടി തോന്നുന്നത് പോലെ. അതുതന്നെ. അപ്പോൾ എഫക്റ്റീവ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് വെറും ബുദ്ധിയുടെ മാത്രം കളിയല്ല. നമ്മുടെ മനോഭാവം, പ്രചോദനം, ചുറ്റുപാടുകൾ എല്ലാം അതിൽ വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു പ്രശ്നം കഠിനമാണ് എന്ന് തോന്നുന്നതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പ്രശ്നത്തിന്റെ സ്ട്രക്ചർ, നമ്മുടെ ചിന്തയുടെ വഴക്കമില്ലായ്മ, അതായത് മെന്റൽ സെറ്റ്, ഫങ്ഷണൽ ഫിക്സഡ്നെസ്, പിന്നെ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നത്, നമ്മുടെ അറിവ്, എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ അന്നത്തെ ഒരു മാനസികാവസ്ഥ പോലും. വളരെ ശരിയാണ്. ഈ ഘടകങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധ്യമുണ്ടാകുന്നത് അത് നമ്മളെ കുറച്ചുകൂടി നല്ല പ്രോബ്ലം സോൾവർ ആക്കാൻ സഹായിക്കും. മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് മനസ്സിലാക്കാനും പറ്റും. ഭാവിയിലെ സൈക്കോളജിസ്റ്റുകൾ എന്ന നിലയിൽ ആളുകൾ നേരിടുന്ന ഇത്തരം തടസ്സങ്ങൾ തിരിച്ചറിയാൻ ഈ അറിവ് വളരെ പ്രധാനമാണ്. തീർച്ചയായും അവരെ സഹായിക്കാൻ ഇത് ആവശ്യമായി വരും. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി തരാം. നമ്മുടെ പഠനഭാഗത്ത് സഗാസിറ്റി എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഉണ്ട്. ഒരു സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിയാനുള്ള കഴിവ്, അതാണല്ലോ സഗാസിറ്റി. അപ്പോ നമ്മൾ ഈ പ്രശ്നം പ്രയാസമാണ് എന്ന് പറയുന്നതിൽ എത്രത്തോളം ഈ സഗാസിറ്റിയുടെ കുറവുകൊണ്ടാണ്? നല്ലൊരു പോയിന്റ്. അതായത് ചിലപ്പോൾ നമുക്ക് വേണ്ട വിവരങ്ങളൊക്കെ കയ്യിലുണ്ടാവും, പക്ഷേ ആവശ്യമുള്ളതും അല്ലാത്തതും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണെന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണോ നമ്മൾ കുഴങ്ങിപ്പോകുന്നത്? ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്. അത് പ്രശ്നപരിഹാരത്തിൽ എത്രത്തോളം നിർണായകമാണ്. അതെ. അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. ഈ വിഷയത്തിലേക്ക് നമ്മളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി.